നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ വള്ളംകളി നിന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ സൂക്ഷിച്ചു അങ്ങോട്ട് ഞാൻ കാലം മാറ്റി കൊടുത്തേ. ഒരാൾ കയറിവിട്ടെ. കുഞ്ഞുകുട്ട എവിടെ ഇരുന്നോ? ഞാൻ സ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. സ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിൽ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട. ഞാൻ സ്രാങ്കിന്റെ മുറി കാണും. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ അവിടെ വെച്ച് കാണാം. അല്ലേലും നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ. അന്ന് അങ്കിളിനെ വിളിച്ചോണ്ടേ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ് ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്. ചിയേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, ബോട്ടിൽ പോയിട്ട് നീ അത് ഇതാണല്ലേ കൂട്ടുകാരൻ? അതെ. ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്നെന്നും അഭിമാനിക്കാം. വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരാൻ പോകുന്നു. മനസ്സിലായില്ല. ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ. കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരുവിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമിർക്കുക. ഓ ഗോഡ്, ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും. ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്പോർട്സ് കൗൺസിലിനെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ വരട്ടെ, സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാണാം. അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത്? ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ. പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ? നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിൽ നിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. പേപ്പറിൽ വരുമല്ലേ? സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കുക. ഏതിലെ വേണേലും നീന്തിക്കോ, പക്ഷെ ആ വഴി അങ്ങോട്ട് പൊക്കോളണം. തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. അവന്റെ ഒരു എന്താ പ്രശ്നം? ആശാനെ നമുക്ക് പ്രശ്നം പറഞ്ഞു തീർക്കാം. പോട്ടെ പോട്ടെന്ന് വിചാരിച്ചപ്പോഴേ കളരി പഠിച്ച നമ്മുടെ അടുത്ത് വന്നോടാ.
ആരവര്? ആരാന്നോ? എന്റെ അമ്മായിപ്പനും അളിയന്മാരും. നീ കണ്ടതല്ലേ ഇതൊക്കെ? ആരാ കുട്ടി അവര്? എനിക്കറിയില്ല. കുട്ടി ഏതാ? എവിടെയാ വീട്? ഞാൻ പോട്ടെ. കുട്ടി ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കുന്നേ. വേണ്ട, അങ്ങനെ പറയരുത്, ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാലോ. അതെ, കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ പോവാം. എന്താ മോളെ താമസിച്ചത്? ഇവര് ഏതോ കുറെ ഭയങ്കരന്മാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മൈ ഗോഡ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന്. എങ്ങനെയാ സംഭവം? അക്രമികൾ ഒരു 10-30 പേരുണ്ടായിരുന്നു. അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് 30 പേര് എനിക്കൊരു പ്രശ്നമേ അല്ലേ സാർ? അവര് 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, 3 പേരുണ്ടായിരുന്നുള്ളൂ. 27 പേര് ആദ്യം തന്നെ ഓടിപ്പോയില്ലടാ. രാമേന്ദ്ര, അവര് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഏതായാലും എന്റെ മകളെ രക്ഷപ്പെട്ടല്ലോ. അതിന് ഞാൻ നിങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ടിരിക്കുന്നു. ആ, ബൈ ദ ബൈ, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഓ സോറി, ഞാൻ രാമേന്ദ്രൻ, ഇവൻ കുഞ്ഞുകുട്ടൻ. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആകെ ഗതികേടില്ല. അല്ലല്ല, അതെ, ഇവൻ സ്വല്പം ഗതികേറില്ല. ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. വില്ലിംഗ്ടൺ റോഡിലാണ് എന്റെ ഓഫീസ്. എന്റെ ഓഫീസ് ഫോൺ നമ്പർ 354522. അത് താഴത്തെ വീട്ടുകാരുടെ? അതെ, താഴത്തെ വീട്ടുകാരെ ഉപയോഗിക്കും. എന്താ ബിസിനസ്? ഞാനിങ്ങനെ ഡൽഹി ടു ബോംബെ, ബോംബെ ടു ഡൽഹി. എന്ത് ഡൽഹി? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അതെ, സാറിന്റെ പേരെന്താ? MRC. എന്തായി? അവള് രക്ഷപ്പെട്ടു. ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 25 years ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കുതികാല വെട്ടുകൾ, വർഗീയ കലാപങ്ങൾ, ഇവയ്ക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്റെ പിടുക്കുണ്ട്. ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി. ഇനിയിപ്പോ ആ സാവിയോട് ഞാൻ എന്തു പറയും? എന്റെ ഈശോയെ, അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവളെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരായിരുന്നു. അവളവന്റെ കണ്ണിലിട്ട് കുത്തി. ഇവന്റെ ഒച്ചകെട്ട് വണ്ടി നിർത്തിയപ്പം അവൾ ഇറങ്ങി ഓടി. യൂസ്ലെസ് ഫെലോസ്, കയ്യിൽ കിട്ടിയാലുടൻ ബോധം കെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ക്ലോറോഫോം കൊണ്ടുപോയിരുന്നില്ലേ? നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ? VCR-ലെ, TV-യിലെ നൂറുകണക്കിന് കൗബോയ് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ? ഒരാക്ഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ബ്ലഡി ഫൂൾസ്, ആരാണ് അവളെ രക്ഷപ്പെടുത്തിയത്? എത്ര പേരുണ്ടായിരുന്നു അവർ? അവര് 2, അതെ, വാനിലാ വന്നത്. 50 പേരുണ്ടായിരുന്നു. അതെ സാർ, അവരുടെ കയ്യില് 4 മെഷീൻ ഗണ്ണുകളും പിന്നെ ഗ്രനേഡ്, പിന്നെ ഇതുപോലൊരു സാധനം. അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത്. തട്ടിയെടുത്തിട്ട് അവരെങ്ങോട്ടാണ് അവളെ കൊണ്ടുപോയതെന്ന് നോക്കാൻ ശ്രമിച്ചില്ലേ? ഉവ്വ സാർ, അവർ നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ? അതെത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും. സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ 1-2 തവണ രക്ഷപ്പെടുത്തും. പിന്നെ തട്ടിക്കൊണ്ടുപോവാൻ ഈസിയാണല്ലോ. ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായോ? അവരിൽ 2 പേരാ ലീഡർമാർ. അവരെ മുമ്പ് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. പേര് ചോദിച്ചില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി സാർ. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ. ഒരാൾ കാതിൽ കടുക്കനിട്ട് കറുത്ത് പൊക്കം കുറഞ്ഞ്. ലീഡർ അയാളെ അയക്കണം. ആക്ഷൻ അയാൾ അധികം പങ്കെടുത്തില്ല. കാതിൽ കടുക്കൻ, കറുത്ത നിറം, റെഡിനെസ് ഉള്ളവരുമാണോ? സാധ്യതയുണ്ട്. മറ്റവൻ മംഗോളിയനാണെന്ന് തോന്നുന്നു. ഓഹോ, ശക്തന്മാരാണ് എതിരാളികൾ. ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാൽ എന്താ സാർ? ഒരു ഇന്റർനാഷണൽ ഗാങ്ങുമായിട്ട് നമ്മൾ നോ, പിന്മാറുക. റാംബോ ചാക്കോച്ചിന് പരിചയമുള്ള വാക്കല്ല. ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം. 24 മണിക്കൂറിനകം ആ റെഡ് ഇന്ത്യൻ ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഞാൻ ആ വീട്ടിന്റെ ഓണർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വെക്കേറ്റ് ചെയ്യണം. അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ? പിന്നെ ആന്റി വന്ന സ്ഥിതിക്ക് ആന്റി ഒരു പെർമിഷൻ തരേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ല, ഇനി ഇവിടെ ഇപ്പോ അസൗകര്യമാണെങ്കിൽ ചേച്ചിക്ക് വേറെ വിടണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഏതായാലും ഇത് വാടകയ്ക്ക് കൊടുക്കാണല്ലോ ആന്റി. അതെ, പക്ഷെ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. 5000 rupees എനിക്ക് അഡ്വാൻസ് ആയി കിട്ടണം. മന്ത്ലി റെന്റ് 500 rupees. അഡ്വാൻസ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ സ്ഥലം മാറാം. രൂപയുടെ കാര്യമാണോ? ഇത്രേ ഉള്ളൂ. തരാം, പറഞ്ഞ പോലെ തന്നെ തരാം. പക്ഷെ ആന്റി ഇന്ന് എന്നുള്ള നാളത്തേക്ക് ഒന്ന് മാറ്റി തരണം. നാളെ നാളെ രാവിലെ.
രാവിലെ എവിടുന്ന്? നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും. രാവിലെ എന്നുള്ള വൈകിട്ടത്തേക്ക് മാറ്റല്ലേ, കാരണം തിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ. നാളെ വൈകിട്ട് വിട്ട് എന്തായാലും മാറില്ല. ആന്റി പ്ലീസ് ആന്റി, ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ. ഹലോ അങ്കിൾ സാമിയ ഉണ്ടല്ലോ. രാമചന്ദ്ര കോൾ ഫോർ യു. ഹലോ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, കൺഗ്രാചുലേഷൻസ്. എന്തിന്? കേരളത്തിലകത്തും പുറത്തും പേര് കേട്ട റാംബോ ഗ്രൂപ്പ് എന്ന കിഡ്നാപ്പിംഗ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പെൺകുട്ടിയെ രക്ഷിച്ചില്ലേ? ആ ധീരകൃത്യത്തിന് നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ. സ്വാമി, നിങ്ങൾക്ക് എന്നെ സ്വാമിജി എന്ന് വിളിക്കാം. ഞങ്ങൾ അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാനാ വിളിച്ചത്. ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. അതാണ് എനിക്ക് നിങ്ങളോടുള്ളൊരു താല്പര്യം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയണം. അതെ, നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനില്ലേ മിസ്റ്റർ MRC, വളരെ ധനികനാണ് അയാൾ. സ്വന്തം ജീവനേക്കാൾ അയാൾ സ്നേഹിക്കുന്ന അയാളുടെ മകളെയാ. ആ പെൺകുട്ടിക്ക് വേണ്ടി MRC എന്ത് ത്യാഗവും ചെയ്യും, എന്തും നഷ്ടപ്പെടും. അതിനിപ്പോ ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ വേണ്ടത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട് പണം ആവശ്യപ്പെടുക. കുട്ടിയെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ MRC തന്നിരിക്കും. നല്ലൊരു നാളെയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടായോ തീരുമാനം നിങ്ങളുടേതാണ്. ഞാൻ ഇനിയും വിളിക്കാം. തൽക്കാലം വിട. ഹലോ ഹലോ ഹലോ, ആരാ വിളിച്ചത്? ഏതോ ഒരു സ്വാമിജി. അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുമത്രേ. തട്ടിക്കൊണ്ടുവരാനോ? അതെടാ, രൂപ തന്നില്ലെങ്കിൽ മോളെ കൊല്ലുന്നും പറഞ്ഞ് നമ്മളാ MRC ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്ന്. ചേച്ചേ അതൊന്നും വേണ്ട. അല്ല, വേണ്ടിയിട്ടല്ല, എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലതും ചിന്തിക്കുകയല്ലേ വഴിയുള്ളൂ. അതൊക്കെ ദൈവശാപം കിട്ടുന്ന പണിയാ രാമേന്ദ്ര. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? നമ്മൾ ആ കുട്ടിയെ രക്ഷിച്ചതല്ലേ, ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ? എന്തായാലും അയാൾ തരാതിരിക്കില്ല. തരുവോ? അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന്? തീർച്ചയായിട്ടും തരും. ഞാൻ ഏറ്റു. 2 lakhs അല്ലേ? പ്രോബ്ലം ഇല്ല. ഞാനല്ലേ പറയുന്നേ. ബോംബെക്കോ? ചിലപ്പോ പോയേക്കും. മരുതി എനിക്കല്ല, മോക്ക. അവിടെ പേഴ്സണൽ യൂസിനാ. ഓക്കെ ദെൻ. അപ്പോ വന്ന കാര്യം പറ. ഞങ്ങൾ സാറിന് വലിയൊരു ഉപകാരം ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു തന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ? അങ്ങനെ ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലേ? അതെ രാമേന്ദ്ര, വളച്ചു കെട്ടാത്ത കാര്യം പറയാ, അതാണ് എനിക്കിഷ്ടം. സാർ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വാടകയും കൊടുക്കണം, 50,000 രൂപ തരുമോ? ചെട്ടിയാർക്കും കൊടുക്കാനുണ്ട്. അതെ, ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബോംബെയിലുള്ള ബിസിനസ് പാർട്ട്ണർ ചെട്ടിയാർ. അതല്ല, അതെ. അപ്പൊ ഞങ്ങൾ ഈ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചെട്ടിയാർക്കും ജീവിക്കാൻ മാർഗമില്ല. അതാണ് പറഞ്ഞോണ്ട് വന്നു. അല്ല, അത് സോറി, പണം തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഞങ്ങളല്ലേ സാറിന്റെ മോളെ രക്ഷിച്ചത്? ശരിയാണ്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ അപകടപ്പെടുത്തൽ നിങ്ങളെ പ്ലാൻ ചെയ്ത ഒരു നാടകമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. സാർ, ദൈവദോഷം പറയരുത്. 2 ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കൈനീട്ട് നടക്കല്ല വേണ്ടത്, അധ്വാനിക്കണം. 2 പേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, കൂലിവില ചെയ്തൂടെ? വാ രാമേന്ദ്ര, നമുക്ക് പോവാം. തൽക്കാലത്തേക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ. പണത്തിന്റേത് ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം. പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ, ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം. അപ്പൊ ഇറങ്ങല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ മോളെ രക്ഷിക്കും. ഹലോ, ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച്? രാമേന്ദ്ര, ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ, അവരോട് ഇനി എന്ത് പറയും? ഒന്നും പറയാനില്ല. പെട്ടിയും കിടക്കായിട്ട് ഇന്ന് തന്നെ ഇറങ്ങി കൊടുക്കുക, അത്ര തന്നെ. നിനക്കിവിടെ വേറെയും പരിചയക്കാര് കാണുമല്ലോ, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കാം അല്ലേ? അതെ, എന്നൊരു കാര്യം ചെയ്യാം. നാട്ടിൽ ചെന്ന് നിന്റെ തന്തയും തള്ളയും കുടുംബക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് നമുക്ക് ഓരോ കൂട്ടുകാരെ വീട്ടിൽ സുഖമായിട്ട് താമസിക്കാം. അയ്യടാ, എങ്ങനെയാണ്? I don't know. ഉനക്ക് തെരിയാമൽ இருக்க மாட்டேன், കൊന്നോട് വേണോന്ന്. എന്റെ അമ്മേ, കുഞ്ഞുകുട്ട ചെട്ടിയാര് ഇയാളെപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി? സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇയാൾ എന്നെയും കൊണ്ടേ പോകൂ. കുഞ്ഞുകുട്ട, ഞാൻ ഈ ഏരിയയിലേ ഇല്ലെന്നും പിന്നെ ബോംബെക്ക് പോകുന്നു ചെന്ന് പറഞ്ഞതേ. എന്നിട്ട് അയാൾ എന്നെ തല്ലാനോ? അയ്യേ, അയാൾ എന്തിനാ നിന്നെ തല്ലുന്നത്? നീ അയക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു കുഞ്ഞുകുട്ടല്ലേ, ചെല്ലേ. ഞാനിവിടെ ഇല്ലെന്ന് മാത്രമല്ല, ഒരു 2-3 കൊല്ലത്തേക്ക് ഈ പ്രദേശത്തേക്ക് ഇല്ലെന്ന് എന്ന് പറഞ്ഞേ. അയാൾ എന്നെ ഉപദ്രവിക്കോ? അയ്യേ കുഞ്ഞുകുട്ട, നിനക്ക് ഞാനില്ലേ? ഉണ്ടോ? ചെല്ലേ.
അല്ല രാമേന്ദ്ര, யாரடாவே அந்த ஃப்ராடு ஃப்ரெண்ட் தானே? ஆமாங்க. புடிங்கடா அவனை. എങ്കടാ രാമചന്ദ്രൻ? രാമചന്ദ്രൻ എവിടെയെന്ന്? രാമേന്ദ്ര ബോംബെ ബോംബെ ബോംബെ? അങ്ങനെ പറയാം പറഞ്ഞു. ഞാനിപ്പോ ഗേറ്റിൽ വെച്ച് ബോംബെ പോയതാ. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കണ്ടില്ല. ஃப்ராட் காசு கொடுக்கறேன்னு சொல்லிட்டு என்ன ஹோட்டல்ல வர வச்சிட்டு ஏமாத்துறியா? 20 நாள் டைம் கொடுக்கறேன். அதுக்குள்ள என் பணம் கொடுக்கல உன் கை கால் வெட்டிடுவேன். ஆமா. என்ன ஹவுஸ் ஓனர்? 20 நாளுக்கு அப்புறம் நான் இங்க வரும்போது இவங்க இங்க இருக்க வேண்டியது உங்க பொறுப்பு. தப்பிக்க விட்டேன்னா உன்னை நான் சும்மா விட மாட்டேன். இந்த வீடு அடிச்சு நொறுக்கி உங்களை பீஸ் பீஸா அரிஞ்சு போட்டுருவேன். இந்த செட்டியார உங்களுக்கு தெரியாது. கோயம்புத்தூர்ல போய் 21வது நாள் இங்க திரும்பி வரும்போது என் பணம் கொடுக்கல முடிச்சு கட்டிடுவேன். ஜாக்கிரதை. வேற கடை வண்டியில ஓட சுண்டக. ജീസസ്, ഓ ഗോഡ്, വാട്ട് എ പണിഷ്മെന്റ്. അയ്യോ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ കുഞ്ഞുകുട്ടാ, ചെട്ടിയാരെന്ത് പറഞ്ഞു? 20 ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലുമെന്ന് പറഞ്ഞു. രാമചന്ദ്രൻ, ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചു അല്ലേ? 1 ലക്ഷം രൂപയോളം ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞില്ലേ? പല സ്ഥലത്തും അയാൾ ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞ കാശ് അയാൾ എനിക്കാ തരാനുള്ളത്. അങ്ങനെയല്ല രാമേന്ദ്ര. രാമേന്ദ്രൻ അന്ന് പറഞ്ഞത് അങ്ങോട്ട് അത് കൊടുക്കാനുള്ളത്. കൊടുക്കാനുള്ള നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അതിനുശേഷം ചെട്ടിയാർ നമ്മുടെ നിന്ന് മേടിച്ച കാശിന്റെ അറിയാൻ പറയുന്നു. മാന്യന്മാർ സംസാരിക്കരുത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ആന്റി, ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് മാറുക. വാടക തരാതെ ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. വാടകയൊക്കെ രാമചന്ദ്രൻ സമയം എടുത്ത് സൗകര്യം പോലെ തന്നാ മതി. താമസം മാറാനൊന്നും പറ്റില്ല, പ്രശ്നമുണ്ട്. അവരുടെ കൈയും കാലും ഒക്കെ വെട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട്. ഏയ് അതൊന്നുമല്ല. രാമചന്ദ്രൻ ഇത്രയും കാലം ഇവിടെ താമസിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോ മനസ്സിനൊരു ഫീലിങ്സ്. രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തുതരാം. നോ പ്രോബ്ലംസ്. ഇവിടെ നിന്ന് പോകരുത് പ്ലീസ് രാമചന്ദ്രൻ. അപ്പോ രാമചന്ദ്രൻ ഇവിടുന്ന് പോയില്ലല്ലോ. ആലോചിക്കാനൊന്നുമില്ല. യു ആർ സ്റ്റേയിങ് വിത്ത് അസ്. നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാൻ? താങ്ക് യു രാമചന്ദ്ര, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കം ഓൺ ഡാർലിംഗ്. സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരേ നിവൃത്തിയുള്ളൂ. രാമേന്ദ്ര, വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? തട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലീസ് കേസ്. കൊല്ലാനൊന്നും അല്ലല്ലോ. അത്ര പേടിയാണ്. നീ നിന്റെ പാട്ടിന് പോയിക്കോ. ഞാൻ ഏതായാലും ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. അത് വേണോ? വേണം. എങ്ങനെ തട്ടിക്കൊണ്ടുവരുന്ന? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. രാമേന്ദ്ര, നീ എന്റെ കൂട്ടുകാരനല്ലേ? വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിന് ഞാനും കൂടെ നിൽക്കും. അത് വേണ്ട. നീ വല്ല വിട്ടിത്വം കാണിച്ചാലേ സംഗതി പൊളിയും. ഒന്നും കാണിക്കില്ല. നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം. അല്ല രാമേന്ദ്ര, എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക? എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലേ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല.